Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമിസ്റ്റർ AACയിലെ ഐ ഹാവ് എ ഡ്രീം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രധാനിയായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നടത്തിയിട്ടുള്ളൊരു സ്പീച്ചാണ്. നമ്മളിവിടെ ആ സ്പീച്ചിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ്, ലിറ്റററി ഡിവൈസസ് എന്നിവ ഉൾപ്പെടുന്ന ഒരു നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആ സ്പീച്ചിൻ്റെ സമ്മറി നോക്കാം. King begins by recalling the Emancipation Proclamation signed by President Lincoln 100 years earlier, which freed millions of enslaved people. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ അടിമത്ത നിരോധന പ്രഖ്യാപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എബ്രഹാം ലിങ്കൺ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ പ്രസംഗം നടക്കുന്ന 100 വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നു. However, he highlights that 100 years later, African Americans are still not truly free, suffering from segregation, discrimination and economic hardship. പക്ഷേ അടിമത്ത നിരോധനത്തിന് 100 വർഷങ്ങൾക്ക് ശേഷവും ആഫ്രിക്കൻ അമേരിക്കൻസ് അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും സ്വതന്ത്രരായിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പലതരത്തിലുള്ള വിവേചനങ്ങൾ അവർ നേരിടുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പ്രസംഗം നടക്കുന്ന കാലഘട്ടത്തിൽ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾക്ക് വോട്ടവകാശം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, വോട്ടവകാശം പോലും ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരാണെന്ന് പറയുക എന്നുള്ളത്. അത്തരത്തിൽ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വിവേചനങ്ങൾ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ നേരിട്ടിരുന്നു. Then he uses the metaphor of a bad check to describe how the promises of freedom and equality have not been fulfilled for African Americans. അദ്ദേഹം ഇതിനൊരു ബാഡ് ചെക്ക് എന്നാണ് പറയുന്നത്. ബാഡ് ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് മടങ്ങുക എന്ന് പറയില്ലേ, അത്തരത്തിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഈ പ്രോമിസുകളെല്ലാം, വാഗ്ദാനങ്ങളെല്ലാം വെറും വാക്കുകളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഈ അടിമത്ത നിരോധനത്തിന്റെ സമയത്ത് ഇവർക്ക് പറഞ്ഞപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യവും സമത്വവുമെല്ലാം വെറും വാക്കിൽ മാത്രം ഒതുങ്ങുകയും 100 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവർ വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടാണ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ദ ഫിയേഴ്സ് ഏർജൻസി ഓഫ് നൗ. അടുത്തതായിട്ട് അദ്ദേഹം ഈ സമരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കിങ് സ്ട്രെസ്സസ് ദി ഏർജൻസി ഓഫ് ദ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്, emphasizing that now is the time to take action against racial injustice. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇനിയും അവർക്ക് കാത്തിരിക്കാൻ കഴിയില്ല, ഇതുപോലുള്ളൊരു സാമൂഹ്യ മുന്നേറ്റത്തിലുള്ള സമയമായിരിക്കുന്നു എന്നാണ്. ഹി വാൺസ് അഗെയിൻസ്റ്റ് ഗ്രാജുവലിസം ആൻഡ് ഇൻസിസ്റ്റ് ദാറ്റ് ആഫ്രിക്കൻ അമേരിക്കൻസ് ക്യാൻ നോ ലോങ്ങർ വെയിറ്റ് ഫോർ ചേഞ്ച്. അദ്ദേഹം ഗ്രാജുവലിസത്തിനെതിരായിട്ട് സംസാരിക്കുന്നു. അതായത് കാര്യങ്ങളെല്ലാം കാലക്രമേണ ശരിയായിക്കോളും, അതിങ്ങനെ പഴയ കാലത്തിൽ നിന്ന് ഇപ്പം ഇത്രയും മാറിയില്ലേ, ഇനി വീണ്ടും മാറിക്കോളും, അങ്ങനെ പാസീവായിട്ടിരിക്കാൻ സാധിക്കില്ല. ഇനിയും ഈ ആഫ്രിക്കൻ അമേരിക്കൻസിന് കാത്തിരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി വാണ്ട്സ് ദാറ്റ് ഫെയിലിംഗ് ടു അഡ്രസ് ദി ഇഷ്യൂ വിൽ ലീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഡിസാസ്റ്റിഫിക്കേഷൻ അമംഗ് ദി ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ അത് ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാവുകയും ഒരുപക്ഷെ കലാപം പോലുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തതിന് കാരണമാകും എന്നുള്ളൊരു വാർണിംഗ് കൂടി അദ്ദേഹം പറയുന്നു. റിജക്ഷൻ ഓഫ് ഹേറ്റഡ് ആൻഡ് വയലൻസ്. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ള അക്രമത്തിലേക്കൊന്നും പോവാതെ സമാധാനപരമായിട്ടുള്ള സമരമാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. കിങ് അഡ്വക്കേറ്റ്സ് ഫോർ നോൺ വയലന്റ് റെസിസ്റ്റൻസ്, ഏർജിങ് ദ ക്രൗഡ് നോട്ട് ടു ബിക്കം ബിറ്റർ ഓർ ടേൺ ടു വയലൻസ്. അപ്പൊ അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറയുന്നത് അക്രമ മാർഗത്തിലേക്ക് പോവാതെ സമാധാനപരമായിട്ടുള്ള സമരമാണ് ചെയ്യേണ്ടത് എന്നാണ്. ഹി കോൾസ് ഫോർ ഡിഗ്നിറ്റി ആൻഡ് ഡിസിപ്ലിൻ, സ്ട്രെസ്സിങ് ദാറ്റ് ദെയർ സ്ട്രഗിൾ മസ്റ്റ് ബി റൂട്ടഡ് ഇൻ ലവ് ആൻഡ് നോൺ വയലൻസ്. അപ്പോൾ അദ്ദേഹം ഡിഗ്നിറ്റി ആൻഡ് ഡിസിപ്ലിൻ, ഒരു ആത്മാഭിമാനവും അതുപോലെ അച്ചടക്കവും കൂടിയുള്ള നോൺ വയലന്റ് ആയിട്ടുള്ള, നമുക്ക് ഗാന്ധിയുടെ സമരമാർഗത്തിലൊക്കെ പരിചിതമായിട്ടുള്ള അഹിംസാ മാർഗത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായിട്ടുള്ള സമരമാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഹി ഓൾസോ എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ഡിസ്പൈറ്റ് ദ സ്ട്രഗിൾ, എൻകറേജിങ് ദി ഓഡിയൻസ് നോട്ട് ടു ലൂസ് ദ ഡിറ്റർമിനേഷൻ ഫോർ ജസ്റ്റിസ്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹോപ്പ് ആണ്. അതായത് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രയാസകരമായൊരു സാഹചര്യത്തിലാണെങ്കിലും നല്ലൊരു ഭാവി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കൈവിടാതെ അതിനുവേണ്ടി സമാധാന മാർഗത്തിൽ ഈ സമരം തുടരണം എന്നാണ് അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ആഹ്വാനം ചെയ്യുന്നത്. ദ ഡ്രീം.
പിന്നീടാണ് അദ്ദേഹം ഈ സ്പീച്ചിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന ഭാഗത്തിലേക്ക് കടക്കുന്നത്. He shares his vision of a future where racial discrimination no longer exists. വർണ്ണവിവേചനം ഇല്ലാത്ത ഒരു സമൂഹത്തെ കുറിച്ചിട്ടുള്ള ഒരു സ്വപ്നം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. And all people, regardless of race, live together in harmony and equality. അപ്പോൾ ഈ വർണ്ണവംശ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ സമത്വത്തോടെയും സാഹോദര്യത്തോടെയും കൂടി ജീവിക്കുന്ന ഒരു ഭാവി സമൂഹത്തെ കുറിച്ചിട്ടുള്ള സ്വപ്നം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. He dreams of a day when people will be judged by their character rather than the color of their skin. പിന്നീട് ഈ ഒരു സ്പീച്ചിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ലൈനാണ്, ആളുകൾ അവരുടെ ഈ സ്കിന്നിന്റെ കളർ കൊണ്ടല്ലാതെ അവരുടെ ക്യാരക്ടർ കൊണ്ട് ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു കാലത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. And when places like Alabama will become symbols of freedom and justice. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആണ് അലബാമ എന്ന് പറയുന്നത്. അമേരിക്കയുടെ സിവിൽ വാറിനകത്തുള്ള ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് ഈ നോർത്ത് സൗത്ത് എന്നുള്ള രണ്ട് വിഭാഗങ്ങളാവുകയും ഒരു ഭാഗത്തുള്ള ആളുകൾ ഈ വർണ്ണവിവേചനത്തിനെ അനുകൂലിക്കുകയും ഒരു ഭാഗത്തുള്ള ആളുകൾ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അലബാമ അതിൽ ഈ വർണ്ണവിവേചനത്തിനെ അനുകൂലിക്കുന്നതിന്റെ പേരിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശം ഈ സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ അടയാളമായി മാറുന്ന ഒരു കാലത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. King also imagines a future where his own children and all children can live in a society of true equality. അപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഇതുപോലെ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവുമുള്ള ഒരു ലോകത്ത് ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു സ്വപ്നം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കൾക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഇതുപോലെ സമത്വവും സ്വാതന്ത്ര്യവുമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു സ്വപ്നമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ദ കോൾ ഫോർ ഫ്രീഡം. അടുത്തതായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് പങ്കുവയ്ക്കുന്നത്. കിങ് ദെൻ റിപ്പീറ്റ്സ് ദ റിഫ്രെയിൻ ലെറ്റ് ഫ്രീഡം റിംഗ്. സ്വാതന്ത്ര്യം ഇവിടെ മുഴങ്ങട്ടെ എന്നുള്ള ഒരു വാചകമാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്. കോളിംഗ് ഫോർ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് അക്രോസ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിൽ ഉടനീളം ഈ സ്വാതന്ത്ര്യവും നീതിയും എല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നു. ഫ്രം എവറി സ്റ്റേറ്റ് ആൻഡ് എവറി റീജിയൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, അമേരിക്കയിലെ ചില സ്റ്റേറ്റുകൾ ഈ വർണ്ണവിവേചനത്തിനെതിരും ചില സ്റ്റേറ്റുകൾ അതിനെ അനുകൂലിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നുകൊണ്ട് അമേരിക്കയിൽ ഉടനീളം ഈ ഒരു സ്വാതന്ത്ര്യവും സമത്വവും ഉണ്ടാവുന്ന ഒരു കാലത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഹി നെയിംസ് വേരിയസ് മൗണ്ടെയിൻസ് ആൻഡ് പ്ലേസസ് അക്രോസ് ദ കൺട്രി, സിംബോളിക്കലി കോളിംഗ് ഫോർ ഫ്രീഡം ടു എക്കോ അക്രോസ് ദി എൻറ്റയർ നേഷൻ. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിലെ വിവിധ പർവ്വതങ്ങളുടെയും വിവിധ സ്ഥലങ്ങളുടെയും പേരുകൾ പറയുകയാണ്. അവിടെയുള്ള ഓരോ സ്റ്റേറ്റുകളേക്ക് സിമ്പിളായിട്ടാണ് അദ്ദേഹം ഈ ഒരു പർവ്വതങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേര് പറയുന്നത്. അപ്പൊ അമേരിക്കയിൽ ഉടനീളം ഈ സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ എന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. ഹിസ് വിഷൻ ഈസ് ഓഫ് എ കൺട്രി യുണൈറ്റഡ് ഇൻ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഈ ഒരു സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ദ ഡ്രീം ഓഫ് ബ്രദർഹുഡ്. ഈ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം സാഹോദര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ കുറിച്ചിട്ടുള്ള സ്വപ്നമാണ് പങ്കുവയ്ക്കുന്നത്. കിങ് കൺക്ലൂഡ്സ് ബൈ എക്സ്പ്രസിംഗ് ഹിസ് ഹോപ്പ് ദാറ്റ് ത്രൂ ദ സ്ട്രഗിൾ ഫോർ സിവിൽ റൈറ്റ്സ് ഓൾ പീപ്പിൾ വിൽ വൺ ഡേ ബി ഏബിൾ ടു ജോയിൻ ഹാൻഡ്സ് ആസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് റേസ് ഓർ റിലീജിയൻ. ഈ അവകാശ പോരാട്ടങ്ങളിലൂടെ ആളുകളെല്ലാം അവരുടെ മതത്തിന്റെയോ വംശത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസമില്ലാതെ സഹോദരി സഹോദരന്മാരായിട്ട് കഴിയുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഹി എൻഡ്സ് വിത്ത് എ പവർഫുൾ ലൈൻ, ഫ്രീ അറ്റ് ലാസ്റ്റ്, താങ്ക് ഗോഡ് അൽമൈറ്റി, വി ആർ ഫ്രീ അറ്റ് ലാസ്റ്റ്. അടുത്തതായിട്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മൾ ഒടുവിൽ സ്വതന്ത്രരായിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മതത്തിന്റെയോ അതുപോലെ തന്നെ വംശത്തിന്റെയോ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും തങ്ങൾ സ്വതന്ത്രരായി എന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു കാലത്തെ കുറിച്ചിട്ട് അദ്ദേഹം പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ദിസ് റിഫ്ലെക്ട്സ് ഹിസ് അൺവേവറിംഗ് ഫെയ്ത്ത് ദാറ്റ് ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി വിൽ ഇവഞ്ച്വലി പ്രിവെയിൽ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഈ പ്രസംഗം നടക്കുന്ന കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വർണ്ണവിവേചനം അമേരിക്കൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് ഈ പ്രസംഗം അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് നിന്നുകൊണ്ടുപോലും ഇതുപോലെ ഫ്രീഡവും ഇക്വാലിറ്റിയുമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടും, അത് സമാധാനപരമായിട്ടുള്ള സമരമാർഗത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ് ഈ ഒരു സ്പീച്ചിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം നമുക്ക് ഈ സ്പീച്ചിന്റെ ഒരു കണ്ടക്സ്റ്റ് നോക്കാം. Delivered on August 28, 1963 during the March on Washington for Jobs and Freedom. അപ്പോൾ
1963 ഓഗസ്റ്റ് 28 വാഷിംഗ്ടണിലാണ് അദ്ദേഹം ഈ ഒരു പ്രസംഗം നടത്തുന്നത്. കീ മൊമെന്റ് ഇൻ ദ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിലെ അവകാശ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിമിഷമായിട്ടാണ് ഈ ഒരു പ്രസംഗത്തെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദ സ്പീച്ച് അഡ്രസ്ഡ് ഇഷ്യൂസ് ഓഫ് റേഷ്യൽ ഇനിക്വാലിറ്റി, സെഗ്രിഗേഷൻ ആൻഡ് എക്കണോമിക് ഡിസ്പാരിറ്റി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഈ അസമത്വം നിലനിർത്തുന്ന വർണ്ണ വിവേചനത്തിനെതിരായിക്കൊണ്ടാണ് ഈ ഒരു പ്രസംഗത്തിനകത്ത് അദ്ദേഹം സംസാരിക്കുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് തീംസ് ആണ് നോക്കാനുള്ളത്. ആദ്യം വരുന്നത് ദി ഇൻജസ്റ്റിസ് ഓഫ് റേഷ്യൽ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ വർണ്ണ വിവേചനത്തിന്റെ പ്രശ്നം തന്നെയാണ്. കിങ് ഹൈലൈറ്റ്സ് ദ കണ്ടിന്യൂഡ് റേഷ്യൽ ഇൻജസ്റ്റിസ് ആഫ്രിക്കൻ അമേരിക്കൻസ് ഫേസ് ഡിസ്പൈറ്റ് ദി അബോളിഷൻ ഓഫ് സ്ലേവറി എ സെഞ്ചുറി ഏർലിയർ. അപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് അടിമത്ത നിരോധനം നടപ്പിലാക്കിയിട്ടും ഈ പ്രസംഗം നടത്തുന്ന കാലഘട്ടത്തിലും അമേരിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. ഹി റെഫറൻസസ് ദി ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ആസ് എ മൊമെന്റ് ഓഫ് ഹോപ്പ് but emphasizes that the promise of freedom and equality remains unfulfilled. അപ്പോൾ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ഒരു പ്രതീക്ഷയുടെ നിമിഷമായിട്ട് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ആ പ്രതീക്ഷ ഇപ്പോഴും നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് അദ്ദേഹം അവിടെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ വരുന്നത് നോൺ വയലൻസ് ആൻഡ് ഡിഗ്നിറ്റിയാണ്. എ കോർണർസ്റ്റോൺ ഓഫ് കിങ്സ് മെസ്സേജ് ഈസ് ഹിസ് ഫേം ബിലീഫ് ഇൻ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ്. അഹിംസാ മാർഗത്തിലുള്ള സമരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസമാണ് അടുത്തൊരു പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹി urges his followers to engage in peaceful demonstrations rather than resorting to violence. അക്രമ സമരത്തിലേക്ക് നീങ്ങാതെ സമാധാനപരമായിട്ടുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. ഹി സ്പീക്സ് ഓഫ് മെയിൻറ്റെയിനിങ് ഡിഗ്നിറ്റി ആൻഡ് ഡിസിപ്ലിൻ ഈവൻ ഇൻ ദ ഫേസ് ഓഫ് പ്രൊവോക്കേഷൻ. അപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അവർക്ക് പ്രകോപനങ്ങളൊക്കെ നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ സമയത്ത് ആത്മാഭിമാനവും അതുപോലെ തന്നെ അച്ചടക്കവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അഡ്വക്കേറ്റിംഗ് ഫോർ എ പീസ്ഫുൾ സ്ട്രഗിൾ റൂട്ടഡ് ഇൻ ലവ് റദർ ദാൻ ഹേറ്റ്രഡ്. വെറുപ്പിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സമരമല്ലാതെ സ്നേഹത്തിലും അഹിംസയിലും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സമരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു എന്നുള്ളതും ഈ സ്പീച്ചിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അടുത്തത് ദ ഡ്രീം ഓഫ് റേഷ്യൽ ഹാർമണിയാണ്. വർണ്ണവിവേചനമില്ലാത്ത സമൂഹത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഈ സ്പീച്ചിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും അതുപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ഉള്ളത്. കിങ്സ് ഡ്രീം ഈസ് ദ മോസ്റ്റ് ഐക്കോണിക് സെക്ഷൻ ഓഫ് ദി സ്പീച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രസംഗത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭാഗം ഈ ഡ്രീമിനെ കുറിച്ച് പറയുന്ന എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറയുന്ന ഭാഗമാണ്. വെർ ഹി ഷെയർസ് ഹിസ് വിഷൻ ഓഫ് എ ഫ്യൂച്ചർ ഫ്രീ ഓഫ് റേഷ്യൽ പ്രിജുഡൈസ്. വർണ്ണവിവേചനമില്ലാത്ത ഒരു സമൂഹത്തെ കുറിച്ചിട്ടുള്ള സ്വപ്നമാണ് അദ്ദേഹം അവിടെ പങ്കുവയ്ക്കുന്നത്. ഹിസ് ഡ്രീം ഇൻവെൻഷൻസ് എ സൊസൈറ്റി വേർ പീപ്പിൾ ആർ ജഡ്ജ്ഡ് ബൈ ദ കണ്ടന്റ് ഓഫ് ദെയർ ക്യാരക്ടർ നോട്ട് ദ കളർ ഓഫ് ദെയർ സ്കിൻ. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ആളുകളെ അവരുടെ സ്കിന്നിന്റെ കളർ കൊണ്ടല്ലാതെ അവരുടെ ക്യാരക്ടർ കൊണ്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു സമൂഹത്തെ കുറിച്ചിട്ടുള്ള സ്വപ്നമാണ് അദ്ദേഹം കാണുന്നത്. കിങ് ഇമാജിൻസ് എ ഫ്യൂച്ചർ വേർ ഹിസ് ഓൺ ചിൽഡ്രൻ ആൻഡ് ഓൾ ചിൽഡ്രൻ ക്യാൻ ലിവ് ടുഗദർ ഇൻ ഇക്വാലിറ്റി, ഫ്രീഡം ആൻഡ് യൂണിറ്റി. അദ്ദേഹത്തിന്റെ മക്കൾക്കും അതുപോലെ തന്നെ മറ്റുള്ള മക്കൾക്കും, അതായത് അടുത്ത തലമുറയ്ക്കും ഇതുപോലെ സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും നീതിയിലുമെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു സ്വപ്നമാണ് പങ്കുവയ്ക്കുന്നത്. ഇനി സ്പീച്ചിലെ ലിറ്റററി ഡിവൈസസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം വരുന്നത് മെറ്റഫോർ ആണ്. കിങ് ഡിസ്ക്രൈബ്സ് ദി ആഫ്രിക്കൻ അമേരിക്കൻ സിറ്റുവേഷൻ ആസ് എ ബാഡ് ചെക്ക്, metaphorically illustrating how America has defaulted on its promises of freedom and equality. അദ്ദേഹം ഒരു ബാഡ് ചെക്കിന്റെ ഒരു മെറ്റഫോർ ഉപയോഗിക്കുന്നു. ബാഡ് ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് മടങ്ങുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള അത്തരം ഒരു സിറ്റുവേഷൻ ആണ് ആഫ്രിക്കൻ അമേരിക്കൻസ് നേരിടുന്നത്. കാരണം ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷനകത്ത് ഈ അടിമത്ത നിരോധന പ്രഖ്യാപനത്തിന്റെ സമയത്ത് സ്വാതന്ത്ര്യവും സമത്വവും എല്ലാമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നെങ്കിലും ആ ഒരു വാഗ്ദാനം നിറവേറ്റപ്പെടാത്ത ഒരു സാഹചര്യത്തെ ബാഡ് ചെക്ക് എന്നുള്ള ഒരു മെറ്റഫോർ കൊണ്ട് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നു. ദ ഹീറ്റ് ഓഫ് ഒപ്രഷൻ and sweltering summer of discontent are metaphors used to describe the intensity of racial oppression. അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ഒപ്രഷൻ, അതായത് ഈ കടുത്ത വേനൽ, കടുത്ത ചൂട്, അങ്ങനെ ആളുകൾ വിയർക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള ഒരു മെറ്റഫോർ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നേരിടുന്ന ഈ ഒരു വർണ്ണ വിവേചനത്തെ കുറിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർണ്ണ വിവേചനത്തിന്റെ സാഹചര്യത്തെ കുറിച്ചിട്ടും അവർക്ക് നൽകിയിട്ടുള്ള ഈ പ്രോമിസുകൾ നിറവേറ്റപ്പെടാത്ത സാഹചര്യത്തെ കുറിച്ചിട്ടുമെല്ലാം മെറ്റഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സ്പീച്ചിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് സിംബോളിസമാണ്. കിങ് യൂസസ് മൗണ്ടൻസ് ആൻഡ് ഹിൽസ് ടു സിംബലൈസ് ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദ US.
അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളെയും വിവിധ സംസ്ഥാനങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിവിധ പർവ്വതങ്ങളുടെ പേരുകളാണ് എടുക്കുന്നത്. ഓരോ സ്റ്റേറ്റിലുള്ള ഓരോ പർവ്വതങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവരെ സിംബലൈസ് ചെയ്യുന്നത്. കോളിംഗ് ഫോർ ഫ്രീഡം ടു റെസനേറ്റ് അക്രോസ് ദി എൻറ്റയർ കൺട്രി ഫ്രം ദ നോർത്ത് ടു ദ സൗത്ത്. അപ്പോൾ ആ രാജ്യത്തുടനീളം ഈ സ്വാതന്ത്ര്യം മുഴങ്ങുക എന്നുള്ളത് ഈ പർവ്വതങ്ങളിൽ മുഴങ്ങുക എന്നുള്ള ഒരു സിംബോളിസം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് ആർ യൂസ്ഡ് സിംബോളിക്കലി ത്രൂ ഔട്ട്. അതുകൂടാതെ തന്നെ ഈ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ഒരു സിംബൽ കൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. വിത്ത് ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി റെപ്രസെന്റഡ് ആസ് ലൈറ്റ് ആൻഡ് റേഷ്യൽ ഇൻജസ്റ്റിസ് ആസ് ഡാർക്ക്നെസ്. സ്വാഭാവികമായിട്ടും ഈ സ്വാതന്ത്ര്യവും സമത്വവും ഈ വെളിച്ചവുമായിട്ടും അതുപോലെ വർണ്ണവിവേചനത്തെ ഇരുട്ടുമായിട്ടുമാണ് അദ്ദേഹം അവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് അലൂഷനാണ്. ചരിത്രപരവും മതപരവുമായിട്ടുള്ള സൂചനകൾ അദ്ദേഹം ഈ പ്രസംഗത്തിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. King refers to Abraham Lincoln and the Emancipation Proclamation, alluding to the historical milestone of freeing slaves 100 years earlier. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ അബ്രഹാം ലിങ്കനെ കുറിച്ചിട്ടും അതുപോലെ ഈ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷനെ കുറിച്ചിട്ടുമുള്ള ചരിത്രപരമായിട്ടുള്ള സൂചന അദ്ദേഹം ഈ പ്രസംഗത്തിനകത്ത് ഉപയോഗിക്കുന്നു. He also alludes to the Bible with the phrases such as every valley shall be exalted, which is from the book of Isaiah, invoking a sense of divine justice. അതുപോലെ തന്നെ ഈ ബൈബിളിൽ നിന്നുള്ള വാചകങ്ങളും അദ്ദേഹം ഈ ഒരു സമാധാനത്തിനും അതുപോലെ സമത്വത്തിനും വേണ്ടിയിട്ടുള്ള നീതിക്കും വേണ്ടിയിട്ടുള്ള ഈ ആഹ്വാനത്തിനിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ ഒരു നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഉടൻ തന്നെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.